നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലൂടെയും എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തിലൂടെയും കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ച ആദ്യം യാത്ര ചെയ്യുന്നത് കടലിനോട് ചേർന്ന് ചരിത്രമുറങ്ങുന്ന കോട്ടകൾക്ക് കാവലിരുന്നും രാജഭരണത്തിന്റെ ഓർമ്മകൾ പേറിയും തലയുയർത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലൂടെയാണ്. പാരമ്പര്യത്തിന്റെ ഈടുവെപ്പുകൾക്കൊപ്പം ആധുനികതയുടെ കുതിപ്പിലാണ് ഇന്ന് ആറ്റിങ്ങൽ. അതിന് കാരണം കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, ശുദ്ധജല വിതരണം, കായികം, ഭരണപരമായ സൗകര്യങ്ങൾ തുടങ്ങി ഒരു നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ മേഖലകളിലും അത്ഭുതപൂർവമായ മാറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആറ്റിങ്ങൽ സാക്ഷ്യം വഹിച്ചത്. കിഫ്ബിയുടെ സഹായത്തോടെ സർക്കാർ നടപ്പിലാക്കിയ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 100 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഉള്ളത് നമ്മുടെ വിദ്യാലയങ്ങളുടെ ആധുനിക നവീകരണ പ്രവർത്തനങ്ങളാണ്. ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള്, ആറ്റിങ്ങൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്, ഡയറ്റ്, ടൗൺ UPS തുടങ്ങിയിട്ടുള്ള ടൗണിനകത്തെ പ്രധാനപ്പെട്ട എല്ലാ സ്കൂളുകളിലും ആധുനിക സംവിധാനങ്ങളുടെയുള്ള കെട്ടിടങ്ങൾ, പഠനമുറികൾ നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൽ 1.5 കോടി രൂപ ചിലവാക്കിയാണ് ഡിജിറ്റൽ ലൈബ്രറിയും സയൻസ് ബ്ലോക്കും നിർമ്മിച്ചത്. അതുപോലെ മീരാങ്കടവ് ആലങ്കോട് റോഡിൻ്റെ നവീകരണവും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി LDF സർക്കാരിനും അതുപോലെ തന്നെ 2 MLA-മാർക്കും ശ്രീ B. സത്യനും ശ്രീമതി Y. അസംബിക MLA-ക്കും നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങൽ പട്ടണത്തിൻ്റെ സർവ്വതോന്മുഖമായിട്ടുള്ള വികസനത്തിന് വളരെ സഹായകരമാണ് ഈ പദ്ധതികൾ. ഒരുപക്ഷെ കിഫ്ബി ഫണ്ട് അങ്ങനെ സംവിധാനം ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഈ കെട്ടിടങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മുടെ വിദ്യാലയങ്ങളിൽ ചെന്നാൽ അവിടുത്തെ അധ്യാപകരുടെ, രക്ഷകർത്താക്കളുടെയൊക്കെ പ്രധാനപ്പെട്ട പരാതിയുണ്ട്, ഒപ്പം പ്രതിഷേധമുണ്ട്. ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകുന്നില്ല, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആയിരുന്നു. അപ്പോൾ ഇന്ന് ഈ സംവിധാനങ്ങൾ വന്നതോടുകൂടി രക്ഷകർത്താക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്ന ഒരു വികസനമാണ് നടന്നത്. ഡിജിറ്റൽ സംവിധാനം, അതുപോലെ ക്ലാസ്സിനകത്ത് ഉള്ള ഫാൻ, മറ്റ് സൗകര്യങ്ങൾ, അത് അവിടെയൊക്കെ വളരെ നല്ല നിലയിൽ ടൈൽസൊക്കെ പാകി. ഒരിക്കലും ഇങ്ങനൊരവസ്ഥ വിദ്യാലയങ്ങൾക്കുണ്ടാകുമെന്ന് ആരും ഊഹിച്ചതല്ല. പക്ഷേ ഇപ്പോൾ അത് സാധ്യമായിരിക്കുകയാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള എല്ലാ
സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജിൻ്റെയും അവസ്ഥ ഇതായിരുന്നു. സയൻസ് ബ്ലോക്കിൻ്റെയും ഡിജിറ്റൽ ലൈബ്രറിയുടെയും നിർമ്മാണം കുറേ കാലമായി ആവശ്യപ്പെടുന്നതാണ്. അതും സാധ്യമായിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ കിഫ്ബി ഫണ്ട് ഉണ്ടായതുകൊണ്ടാണല്ലേ, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ടാണ്. ഇതിൽ തന്നെ ആലങ്കോട് മീരാങ്കടവ് റോഡെന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന സ്ഥലങ്ങളിലേക്കും ചരിത്ര നായകന്മാരുടെ ജന്മസ്ഥലങ്ങളിലേക്കും ഉള്ള റോഡാണ്. അഞ്ചുതെങ്ങ് കോട്ടയിൽ പോകുന്നതിനുള്ള റോഡ് ഇതാണ്. മീരാങ്കടവ് വരെ ഉണ്ട്. മീരാങ്കടവ് കഴിഞ്ഞാൽ അഞ്ചുതെങ്ങ് പഞ്ചായത്തായ അഞ്ചെങ്ങിലാണ് അഞ്ചുതെങ്ങ് കോട്ട. അതുപോലെ കായിക്കരയിൽ ചെന്നാൽ ആശാൻ സ്മാരകമുണ്ട്. ഇതിനു പുറമെ ഈ റോഡിൽ നിന്ന് തന്നെ നിലയ്ക്കാമുക്ക്, ആ റോഡ് ഇപ്പോൾ ശരിയാക്കി സഞ്ചാരയോഗ്യമാക്കി. നിലയ്ക്കാമുക്കിൽ നിന്ന് പോയാൽ കായിക്കര കടവ് വരെ ഉള്ള റോഡ് ശരിയാക്കിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ വക്കം അബ്ദുൽ ഖാദറിൻ്റെ വക്കം ഖാദർ സ്വാതന്ത്ര്യ സമര സേനാനി രാഷ്ട്രീ വക്കം ഖാദറിൻ്റെ ജന്മസ്ഥലവും സ്മാരകവും ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ കായിക്കര ചെന്നിട്ട് കായിക്കര പാലം നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പാലം പൂർത്തിയാകുമ്പോൾ ആശാ സ്മാരകത്തിലേക്കുള്ള ദൂരവും വളരെ കുറയുകയാണ്. ഈ റോഡിൽ നിന്ന് ആലങ്കോട് നിന്ന് തിരിഞ്ഞ് നിലയ്ക്കാമുക്കിലെത്തി അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദറിൻ്റെയും അതുപോലെ തന്നെ കായിക്കര ആശാ സ്മാരകത്തിൽ നിന്ന് എത്താൻ കിലോമീറ്ററുകളുടെ ലാഭം ഉണ്ടാകും. ആ നിലയിൽ ഒരു വലിയ പ്രോജക്റ്റാണ് ആലങ്കോട് മീരാങ്കടവ് റോഡ്. അതൊരു ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന സ്ഥലങ്ങളിലേക്കും ചരിത്ര നായകന്മാരുടെ സ്മൃതി മണ്ഡപങ്ങളിലേക്കും ചേരുന്നതിന് വളരെ ഉപകാരമാകുന്ന ഒന്നാണ്. ഇനിയും ഈ കിഫ്ബി ഫണ്ട് നാട്ടിൻ്റെ സർവ്വതോന്മുഖമായിട്ടുള്ള വികസനത്തിന് ഉതകട്ടെ എന്ന് ആശിക്കുകയാണ്. വികസന തുടർച്ച അടുത്തതായി യാത്ര ചെയ്യുന്നത് പുരാതന തുറമുഖ പട്ടണമായ മുസീരിസിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മതസൗഹാർദ്ദത്തിന്റെ പാരമ്പര്യം പേറുന്ന ചേന്ദമംഗലം കൈത്തറിയുടെ നാടായ എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള പറവൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഒരു നാട് പുരോഗതിയിലേക്ക് കുതിക്കണമെങ്കിൽ അതിന്റെ അടിത്തറ ഭദ്രമായിരിക്കണം. മികച്ച റോഡുകൾ, പാലങ്ങൾ, ശുദ്ധജല ലഭ്യത, നിലവാരമുള്ള വിദ്യാഭ്യാസം, എല്ലാവർക്കും പ്രാപ്യമായ ആരോഗ്യം, തടസ്സമില്ലാത്ത ഊർജം ഇവയെല്ലാം അടിത്തറയുടെ ഭാഗമാണ്. എന്നാൽ പതിറ്റാണ്ടുകളായി നമുക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് ആവശ്യമായ ഭീമമായ തുക കണ്ടെത്തുക എന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി കിഫ്ബി പോലുള്ള സംവിധാനങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ ആവശ്യമായ തുക കണ്ടെത്തുകയും മണ്ഡലത്തിൽ വലിയ വികസന മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. പൊതുവിൽ പറവൂർ മണ്ഡലം വലിയ വികസന മുരടിപ്പ് നേരിടുന്ന ഒരു നിയോജക മണ്ഡലമാണ്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ അർബനൈസേഷൻ ഫലപ്രദമായി സംഭവിക്കാത്ത, ഇപ്പോഴും ഇടുങ്ങിയ റോഡുകളും ജംഗ്ഷനുകളും ഒരു ഗ്രാമീണ സംവിധാനത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പറവൂർ മണ്ഡലം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ
വളരെ വലിയ രീതിയിൽ കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖലയെല്ലാം തന്നെ വലിയ മാറ്റം കേരളത്തിൽ പ്രകടമായപ്പോൾ അതിനനുസൃതമായ ഒരു വികസനം പറവൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. എങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ, പ്രത്യേകിച്ച് കിഫ്ബി പോലുള്ള പദ്ധതികളിലൂടെ കുറച്ച് മാറ്റം കൊണ്ടുവരാനായിട്ട് പറവൂരിൽ സാധിച്ചിട്ടുണ്ട്. കിഫ്ബി പദ്ധതിയെ വിഭാവനം ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊതുവിൽ പറവൂർ MLA ഉൾപ്പെടെ ശ്രീ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പറഞ്ഞത് കിഫ്ബി പട്ടുകോണകമാണ്, അത് പെരപ്പുറത്ത് ഉണക്കാനിടാൻ മാത്രമേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്നുള്ള വലിയ വിമർശനമൊക്കെ ഉയർത്തിയുണ്ടായി. പക്ഷെ അങ്ങനെ വിമർശനം ഉയർത്തിയവരുടെ മണ്ഡലത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസനം കിഫ്ബി മുഖാന്തരം സംസ്ഥാന സർക്കാർ നേരിട്ട് നടപ്പാക്കി എന്നുള്ളതും വസ്തുതയാണ്. പറവൂരിൽ ഏകദേശം 90 കോടിക്ക് മുകളിൽ രൂപ കിഫ്ബി മുഖാന്തരം വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനമായിട്ട് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് 10 കോടിയിലേറെ രൂപ കിഫ്ബിയിലൂടെ ലഭിച്ചു. കൈതാരം സ്കൂളിന് 3 കോടി രൂപ കിഫ്ബിയിലൂടെ പുതിയ കെട്ടിടം പണിയുന്നതിനും പശ്ചാത്തല സൗകര്യങ്ങൾക്കുമായി ലഭിച്ചു. ചേന്ദമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ ലഭിച്ചു. വടക്കമ്പറമ്പ് സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം ലഭിച്ചു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ കിഫ്ബി കൈത്താങ്ങായി മാറി. അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിൽ വരാപ്പുഴ വലിയ കുടിവെള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥലമാണ് പറവൂർ. പറവൂരിൽ കഴിഞ്ഞ തിരുവോണ നാളിലും പുതുവർഷവേളയിലുമെല്ലാം തന്നെ ചുറ്റുവട്ടത്തുള്ള പല പഞ്ചായത്തുകളിലും കുടിവെള്ളം ഉണ്ടായില്ല. വളരെ പഴകിയ പൈപ്പ് ലൈനിലാണ് നിൽക്കുന്നത്. അതിലൊരു പ്രദേശത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി കിഫ്ബി മുഖാന്തരം 20 കോടിയിലേറെ രൂപ ലഭിച്ചു. വരാപ്പുഴ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കുറേയേറെ പൈപ്പ് ലൈനുകൾ മാറ്റാൻ അതുകൊണ്ട് നമുക്ക് സാധിച്ചു. ചെറായി പറവൂർ സമാന്തര റോഡിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ കിഫ്ബിയിലൂടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തീരദേശ റോഡ് പറവൂരിലെ ഏഴിക്കര തീരദേശ റോഡിന് വേണ്ടി 10 കോടി രൂപ കിഫ്ബിയിലൂടെ ലഭിക്കുകയുണ്ടായി. മാട്ടുപുറം പാലം വലിയ എയർപോർട്ടിലേക്കുള്ള ഗതാഗത സൗകര്യമെല്ലാം ഒരുക്കുന്ന ഒന്നാണ്. മാട്ടുപുറം പാലത്തിന് വേണ്ടിയിട്ട് ചേന്ദമംഗലം മാട്ടുപുറം പാലത്തിന് വേണ്ടിയിട്ട് 12 കോടി രൂപ കിഫ്ബിയിലൂടെ ലഭിച്ചു. അതിൻ്റെ പണം എടുത്താണ് കൈമാറിയത്. അത് കിഫ്ബിയിലൂടെ ലഭിച്ച തുകയാണ്. അങ്ങനെ ആരോഗ്യ വിദ്യാഭ്യാസ പശ്ചാത്തല മേഖലകളിൽ 90 കോടിയിലേറെ രൂപ പറവൂർ മണ്ഡലത്തിന് മാത്രമായിട്ട് കിഫ്ബിയിലൂടെ ലഭിച്ചു. കിഫ്ബിക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് സംസ്ഥാന ബഡ്ജറ്റിലൂടെ 2024-25 ബഡ്ജറ്റിലൂടെയാണ് പറവൂരിലെ മുനിസിപ്പൽ സ്റ്റേഡിയം, 4 നൂറ്റാണ്ട് കാലമായി കാടുപിടിച്ച് കിടന്നിരുന്ന മുനിസിപ്പൽ മൈതാനിയെ സ്റ്റേഡിയമാക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ബഹുമന്ത്രി അബ്ദുൾ റഹ്മാൻ തന്നെ നേരിട്ട് വന്ന് ഇവിടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിട്ടുണ്ട്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിലൂടെ ബ്രഹ്മപുരം പോലെ ഒരു മിനി ബോംബായി പറവൂരിലുണ്ടായിരുന്ന വെടിമറയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം നഗരസഭയുടെ ടൺ കണക്കിന് മാലിന്യം കിടക്കുന്നുണ്ടായി. ഒരിക്കൽ തീ പിടിച്ചതാണ്. അത് മുഴുവനായി ബയോമൈൻ ചെയ്ത് സംസ്കരിക്കാനും അതിന് ശാസ്ത്രീയമായിട്ടുള്ള കേന്ദ്രമാക്കുന്നതിന് സോൾഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിലൂടെ 4 കോടി രൂപ നമുക്ക് ലഭിച്ചു. വേൾഡ് ബാങ്കിൻ്റെ സഹായമായിട്ട് 4 കോടി രൂപ ഇവിടെ ലഭിക്കുകയുണ്ടായി. നവകേരള സദസ്സ് ആണ് പറവൂരിൽ കോൺഗ്രസ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചതാണത്. പക്ഷെ ബഹിഷ്കരിച്ചെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി നവകേരള സദസ്സിലൂടെ ആവശ്യത്തിൻ്റെ മുഖവിലേക്ക് എടുത്ത് 5 കോടി രൂപയും പറവൂരിലെ കച്ചേരി മൈതാനം നവീകരിക്കുന്നതിന് വേണ്ടി 2 കോടി രൂപയും 7 കോടി രൂപ അങ്ങനെ നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെയാണ് സത്താർ ഐലൻഡ്, പറവൂരിലെ ഏറ്റവും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് പോലെ ഒറ്റപ്പെട്ട മനുഷ്യരുടെ ദുരിതങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ 15 കോടി രൂപ ഈ തവണ KN ബാലഗോപാൽ പ്രഖ്യാപിച്ച ബഡ്ജറ്റിലൂടെ സത്താർ ഐലൻഡ് പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് 15 കോടി രൂപയും അതിൻ്റെ 20% തുക വകയിരുത്തിക്കൊണ്ട് തന്നെ ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്.
അങ്ങനെ നിരവധിയായിട്ടുള്ള വികസന നേട്ടങ്ങൾ. പറവൂരിൽ ഒരു സർക്കാർ കോളേജ്, ഏറ്റവും വലിയ നേട്ടം പറവൂരിൽ വികസന നേട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് പറവൂരിലൊരു സർക്കാർ കോളേജ് ഇല്ല എന്നുള്ള, വൈപ്പിനെല്ലാം സർക്കാർ കോളേജ് വന്നതിന് ശേഷവും പറവൂരിലൊരു കോളേജ് ലഭിച്ചില്ല എന്നുള്ള പ്രയാസത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് കേസരി ബാലകൃഷ്ണപിള്ള പേരിലുള്ള കേസരി ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ ഗവൺമെൻറ് ആർട്സ് കോളേജ്, ഒരു ജൂനിയർ കോളേജ് നമുക്ക് ആരംഭിച്ചു. അതിൽ കോഴ്സ് ആരംഭിച്ചു. 3 കോഴ്സുകളിലായിട്ട് 100ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ കോളേജിൻ്റെ അടുത്ത ഘട്ടം വികസനത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. അങ്ങനെ LDF സർക്കാരിന് കീഴിൽ പറവൂരിൽ ശാസ്ത്രീയമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വയ്ക്കാൻ MLA ഉൾപ്പെടെ പരാജയപ്പെട്ടപ്പോൾ കേരളമാകെ ലഭിച്ചിട്ടുള്ള വലിയ വികസന കുതിപ്പിൻ്റെ ഭാഗമായി പറവൂരിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെയും ബഡ്ജറ്റ് അലോക്കേഷനിലൂടെയും എല്ലാം തന്നെ പറവൂരിന് ലഭിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പേരുകേട്ട സാംസ്കാരികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന ചാലിയാറിന്റെ തീരത്തെ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലൂടെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോലുള്ള ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം കുന്നമംഗലത്തെ കേവലം ഒരു നിയോജക മണ്ഡലം എന്നതിലുപരി ഒരു വിജ്ഞാന കേന്ദ്രം എന്ന നിലയിൽ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു നാടിന് അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് സംസ്ഥാന സർക്കാരും കിഫ്ബി വഴിയും കുന്നമംഗലത്തിന്റെ സമഗ്ര വികസനം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ എല്ലാ മേഖലകളിലും സുസ്ഥിരമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. വളരെ പ്രധാനമായും വിദ്യാഭ്യാസ രംഗത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാർ സ്കൂളുകളും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി എല്ലാ സ്കൂളുകൾക്കും ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തത്, പൊതു റോഡുകളുടെ കാര്യത്തിൽ എല്ലാ റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. 75% റോഡുകളും ഇപ്പോൾ BMBC നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. അതിൽ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം CWRDM മുതൽ താമരശ്ശേരി വരെ ഉള്ള റോഡാണ്. ദേശീയപാത 766 തിരക്ക് കുറക്കുന്നതിന് വേണ്ടി സമാന്തരമായി പരിഷ്കരിച്ചിട്ടുള്ള ഈ റോഡിൻ്റെ 1ാം ഘട്ടം പൂർത്തിയായപ്പോൾ തന്നെ കുന്നമംഗലത്തും അതുപോലെ തന്നെ കൊടുവള്ളിയിലൊക്കെ ട്രാഫിക് ബ്ലോക്കിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം എന്നുള്ള പദ്ധതിയിൽ 3 കളിസ്ഥലങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും കളിസ്ഥലങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ 7 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 6 ഇപ്പോൾ കളിസ്ഥലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി രംഗത്തും ഇതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള പരിഷ്കരണങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. എല്ലാ വീടുകളും ഇലക്ട്രിഫൈ ചെയ്തു എന്ന് മാത്രമല്ല, സുഗമമായ വൈദ്യുതി വിതരണത്തിനു വേണ്ടി ഇപ്പോൾ ഏറ്റവും അടുത്തായി NITയിൽ ഒരു സബ്സ്റ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ 2-3 സബ്സ്റ്റേഷനുകളും നമ്മൾ ആരംഭിച്ചപ്പോൾ നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് വലിയ രീതിയിലുള്ള
ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുമെന്നതിൽ സംശയമൊന്നുമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.